ഹായ് പ്യാരെ വെച്ചോ, അനസാറാണ്. എല്ലാ മക്കളും തിരികെ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ അടിപൊളിയായിട്ട് 6ാം ക്ലാസ്സിൽ നിന്നും 7ാം ക്ലാസ്സിലേക്ക് വിജയിച്ചു. നിങ്ങളുടെ പുതിയ ക്ലാസ് റൂമിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഹിന്ദിയുടെ ആദ്യത്തെ ചാപ്റ്ററാണ് സെൽഫ് ലവ്. അല്ലേ, എങ്ങനെയാണ് സെൽഫ് ലവ്? അല്ലേ, ഖുദ് സേ പ്യാർ എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയും. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് പറയുന്നത്. അതാണ് നമ്മുടെ ഈ ടാഗ് ലൈൻ ആയിട്ടുള്ള സെൽഫ് ലവ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് മക്കൾ ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പം നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമാണ് ഖുദ് സേ പ്യാർ സെൽഫ് ലവ് എന്നുള്ള ഈ പാഠഭാഗം അറിയുമ്പോൾ എൻ്റെ മക്കൾ 3 വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അല്ലേ, അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 സൂരജ്, അതേപോലെ ബാദൽ, അതേപോലെ പേട്. ഇത് 3മായി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ശോഭ്നാഥ് യാദവിൻ്റെ ഖുദ് സേ പ്യാർ എന്നുള്ള കവിത പോകുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു കവിത തന്നെയാണ് എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ലൈവ് കണ്ട മക്കൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. മുഴുവനായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് മക്കൾക്ക് മുഴുവനായിട്ട് അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലേ, സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശത്തെ അല്ലെങ്കിൽ ഊർജത്തെ അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത് തിരിച്ച് ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെയാണ് മരത്തിൽ നിന്നും ഉണ്ടാകുന്ന പൂക്കളാണെങ്കിലും അതേപോലെ പഴങ്ങളാണെങ്കിലും അത് മരത്തിനെ തന്നെ ഇഷ്ടമായത് കൊണ്ട് തിരികെ ലോകത്തിന് അത് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതേപോലെ മേഘമാണെങ്കിലും അല്ലേ, മേഘത്തിൽ നിന്നും പെയ്യുന്ന മഴയെ അത്രമേൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് തിരിച്ച് ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ള 3 സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് 4മതായിട്ട് ഖുദ് സേ പ്യാർ. നമ്മളെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് തിരിച്ച് ലോകത്തിനെ തന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള ശോഭ്നാഥ് യാദവിൻ്റെ കവിതയായിരുന്നു അത്. വളരെ സെറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് ഈ പാഠഭാഗം ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മക്കൾക്ക് സംശയം ഉണ്ടാകും, എങ്ങനെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾക്ക് കുറഞ്ഞ ഭാഗങ്ങളിലേ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ. അപ്പോഴാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലുള്ള മക്കളൊക്കെ ഞങ്ങൾ അവഞ്ചേഴ്സ് ബാച്ചിൽ ഓൾറെഡി ഈ പാഠഭാഗങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞേ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്നുള്ളതാണ്. അപ്പോൾ അവഞ്ചേഴ്സ് ബാച്ചിൽ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അനേകം ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ ഒരു അവഞ്ചേഴ്സ് ബാച്ചിലുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തിന് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. തുടർന്നുള്ള പാഠഭാഗങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കും. അതേപോലെ ഇനി നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് എക്സാം ഒക്കെ അവഞ്ചേഴ്സ് ബാച്ചിൽ വരാനുണ്ട്. അപ്പോൾ എല്ലാ മക്കളും നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് കയറിപ്പോരെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അനസാർ അവിടെയുണ്ട്, അതേപോലെ നമ്മുടെ സൈലത്തിൻ്റെ മറ്റു ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട്. എല്ലാ മക്കളും ഞങ്ങൾ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യാണ്. ബൈ.